സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച 2.5 വയസ്സുകാരനായ ലക്ഷ്യത്തിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 18 കോടി രൂപയാണ് SMA രോഗത്തിനായി ഇവർക്ക് ചെലവാകുക. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഈ 2.5 വയസ്സുകാരൻ ഇന്ന് മയിൽ കൈരളം 6-ാം മൈൽ നിവാസികൾക്ക് നൊമ്പരമാണ്. പ്രതീക്ഷയോടെ രൂപീകരിച്ച സഹായ കമ്മിറ്റി ഭാരവാഹികളുടെയും കണ്ണിൽ ഇന്ന് നിഴൽ വീണിരിക്കുകയാണ്. വാക്കുകളിൽ നിരാശ ഒളിഞ്ഞിരിക്കുന്നു. സമാന രീതിയിൽ രോഗം ബാധിച്ച പല കുരുന്നുകൾക്കും ചികിത്സാ സഹായങ്ങൾ ഒഴുകിയെത്തി ജീവിതത്തിലേക്ക് അവർ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 6-ാം മൈൽ സ്വദേശിയായ അടുക്കാടൻ അഭിലാഷിൻ്റെയും CT വിജിതയുടെയും മകനായ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ സഹായഹസ്തങ്ങൾ വഴി തുറന്നില്ല. ഈ കുരുന്നിൻ്റെ ദയാപൂർണമായ ആ കുഞ്ഞിക്കണ്ണുകൾ നിങ്ങളുടെ കാരുണ്യമാർന്ന മനസ്സിലേക്കാണ് നോക്കുന്നത്. നിങ്ങൾ നൽകുന്ന ചെറിയ തുക പോലും ഈ കുരുന്നിന് സഹായമേകും. 18 കോടി രൂപയാണ് ഈ കുരുന്നിനായി സമാഹരിക്കേണ്ടത്. രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ ഇടറുന്നത് ആ നിസ്സഹായതയെ കാണിക്കുന്നു. മോന് SMA എന്ന് പറഞ്ഞ അസുഖമാണ്. 1.5 വയസ്സ് കഴിഞ്ഞ് ഇവൻ നടക്കുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെയെല്ലാം കാണിച്ചു നോക്കി, ഡോക്ടർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 2 വയസ്സ് വരെ നമ്മൾ നോക്കി മാറ്റം വരുന്നു വെച്ചിട്ട്, അപ്പോൾ ഇല്ല. പിന്നെ എന്നിട്ട് 2 വയസ്സായിട്ട് കാണിക്കാൻ പോയി. കാണിച്ചപ്പോൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മാറും എന്നിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയെടുത്ത് നിന്നാണ് ഡോക്ടർ പറഞ്ഞു. കോഴിക്കോട് ആശ്രമൻസിൽ സ്മിലു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, കുട്ടികളെ ന്യൂറോളജിസ്റ്റാണ്. മാമിനെ കാണിച്ചു നോക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ വന്നിന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് പോയതാണ്. കണ്ടപാടിന് മാം അവിടുന്ന് പറഞ്ഞ ഒരു ഡൗട്ടുണ്ട്, മോന് ചെറിയൊരു വറയുണ്ട് കൈക്ക്. അപ്പോൾ അതുകൊണ്ട് മാം കണ്ടപാട് പറഞ്ഞൊരു ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജെനറ്റിക് അവിടുന്ന് ടെസ്റ്റ് ചെയ്തു. ജെനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ SMA ആണ്, SMA ടൈപ്പ് 3. അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് SITയിൽ ഇവർക്ക് SMAക്കുള്ള സൗജന്യ മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ ടൈപ്പ് 1-നും 2-നും സൗജന്യ മെഡിസിൻ ഉണ്ട്, ടൈപ്പ് 3-ക്കില്ല. മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ദിവസം കഴിയുന്നോറും കുട്ടി വീക്കായി വരിക, തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഇപ്പം തന്നെ മറ്റ് എവിടെയെങ്കിലും വീണാൽ സ്വന്തം എണീക്കാൻ നോക്കലുണ്ട്, പിടിച്ചിട്ട് എണീക്കാൻ നോക്കലുണ്ട്. ഇപ്പം അങ്ങനെ എണീക്കാൻ നോക്കുന്നില്ല. സ്റ്റെപ്പൊന്നും കയറാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറാനും കഴിയുന്നില്ല. മരുന്ന് കഴിക്കണം എന്നല്ലേ പറഞ്ഞത്. മെഡിസിൻ കഴിച്ചാൽ ഈ ഒരു ലെവലിൽ കിട്ടും, തളരാതിരിക്കും എന്ന് പറഞ്ഞു. 1 വർഷത്തേക്ക് 83-84 ലക്ഷത്തോളം വരും. ലൈഫ് ലോങ് കഴിക്കേണ്ട മെഡിസിനാണ്. ഇല്ല, ഒന്നും ആയില്ല. ഡോക്ടർ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞത്. പിന്നെ ഒരു 2 വർഷത്തിനിടയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്തായാലും പൂർണ്ണമായും തളർന്നു പോകും. ചെയ്യണം. ഇപ്പം പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. ഇപ്പം അംഗൻവാടിയിലെല്ലാം പോകേണ്ട ഒരു ടൈം ആയതുകൊണ്ട് എന്തായാലും തുടങ്ങണം പെട്ടെന്ന് തന്നെ. 3 വയസ്സിനുള്ളിൽ തുടങ്ങാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സാവാറായി. സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാനും പറ്റില്ല, അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചാൽ വൈകിയത് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ പോയപ്പോഴാണ് ഡോക്ടർ ശരിക്കും പറഞ്ഞത് ഇതുകൊണ്ടാണ്. സമൂഹത്തിലെയും അധികാര കേന്ദ്രങ്ങളിൽ ഉള്ളവരുമായി ഈ കുരുന്നിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയിൽ നിരവധി പേരുണ്ട്. എന്നാൽ ഇത്രയും നാൾ കൊണ്ട് വളരെ ചെറിയ തുക മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു ആശങ്കയും പ്രവർത്തകർക്കിടയിലുണ്ട്. നമ്മുടെ കുട്ടീൻ്റെ പ്രവർത്തനമായിട്ട് 2 ആഴ്ച മുമ്പ് മയിൽ ഹൈസ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനപങ്കാളിത്തോടും യോഗം ചേരുകയും ആ കമ്മിറ്റി 101 അംഗ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനം ചുക്കാൻ പിടിക്കുന്നത്. അതിന് രക്ഷാധികാരികൾ നമ്മുടെ സ്ഥലം MLA ഗോവിന്ദൻ മാസ്റ്റർ അവர்களுം അതേപോലെ സുമേഷ് MLA, സുധാൻ MP, സദാനന്ദ മാസ്റ്റർ ഇവരെല്ലാം കൂടെ രക്ഷാധികാരികളെ ആക്കിയിട്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നത്. നമ്മളെ കുട്ടീൻ്റെ ജീവിതം നമ്മളോടൊപ്പം, നമ്മളെ കുട്ടികളോടൊപ്പം കളിച്ച് രസിച്ച് നടക്കണമെന്ന് നമുക്ക് നാട്ടുകാർക്കൊരു മോഹം തോന്നിയാണ് വീട്ടുകാരെ സഹകരിച്ചിട്ടാണ് ഈ കമ്മിറ്റി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നമ്മളെ മുമ്പിൽ ഇത്രയും കാല പ്രവർത്തനം കൊണ്ട് നമുക്ക് സുമാർ 14 ലക്ഷം രൂപയോടെ നമ്മളെ കമ്മിറ്റിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ കമ്മിറ്റിക്ക് ഇപ്പോൾ എന്നെപ്പോലെ പ്രവർത്തകർ ഒരു ഉൾഭയം തന്നെയാണ്. ഇപ്പം നാടിൻ്റെ നാനാവതും ചെറിയൊരു സൂക്കുകൊണ്ട് പിരിക്കുകയാണെങ്കിൽ നമ്മളെ എൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ദൈനംദിന നയിച്ച് ജീവിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസവും ഭയവുമാണ് തോന്നുന്നത്.
ഈ വാർത്ത കാണുന്ന എല്ലാ മലയാളികളും നമ്മളെ കേരളമല്ല അന്യ സംസ്ഥാനക്കാരും വിദേശികളും ഈ കുട്ടിക്ക് വേണ്ടി, കുട്ടി നമ്മളോടൊപ്പം കളിച്ച് വളരുവാൻ വേണ്ടി കൈകോർത്താൽ മാത്രമാണ് നിങ്ങളെ 10 രൂപയാലും 50 രൂപയാലും നിങ്ങളെ നാണയത്തൊട്ടുകളുടെ അതിൻ്റെ വരവ് വന്നാൽ മാത്രമേ നമ്മൾ ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വ്യക്തിയോടും ഞാൻ ഓരോരുത്തരോടും പ്രത്യേകം പറയുകയാണ്, നമ്മൾ ഈ കുട്ടി നമ്മളോടൊപ്പം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തോടെ ഭാഷയിൽ നമ്മൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി കൈ ഓർക്കണമെന്ന്. ചെറിയൊരു തുകയല്ല ഈ കുരുന്നിനു വേണ്ടി കണ്ടെത്തേണ്ടത്. അതാണ് ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ദുഃഖത്തിലാഴ്ത്തുന്നത്. ഇവരുടെ നെഞ്ചിൽ ഓരോ നിമിഷവും പിടച്ചിലാണ്. ഓരോ പ്രേക്ഷകരും ഈ ദയനീയാവസ്ഥ മറികടക്കാൻ ഇവരെ സഹായിക്കണം. ഈ കുരുന്നിനെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഈ കുടുംബത്തിന് അത്താണിയാവേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധ്യത്തോടെ സഹായിക്കാൻ മുന്നോട്ടു വരേണ്ടതുണ്ട്. നല്ലവരായ നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുകളിലേക്കാണ് ആ കുരുന്ന് നോക്കുന്നത്. എല്ലാ പ്രേക്ഷകരും അവർക്കാകാവുന്ന തരത്തിൽ ചെറിയ തുക പോലും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹായം നൽകേണ്ട അക്കൗണ്ട് നമ്പർ 000044282158 IFSC കോഡ് SBIN 0070981 ഫോൺ 9447345325